കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എം ലോറൻസിൻ്റെ പേര് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരുകളിലൊന്നാണ്. പ്രത്യേകിച്ച് അങ്ങയുടെ പിതാവ് NK മാധവൻ, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലൊക്കെ പങ്കെടുത്ത ധീരനായ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹവും ലോറൻസ് സഖാവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോറൻസിനെ കുറിച്ച് ഓർമ്മിക്കാൻ ഇന്നിപ്പോൾ ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തി പിയേഴ്സൺ മാഷാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത്, അവസാന കാലത്ത് പാർട്ടിയുമായി നല്ല ബന്ധത്തിലൊന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ പാർട്ടിക്കകത്ത് വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ലോറൻസ് വലിയൊരു ബൂർഷയാണ്, ഈ എറണാകുളം നഗരത്തിൽ ഒരുപാട് സ്വകാര്യ ബസ്സുകളുടെ ഉടമയാണെന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ, വലിയ ധനാഢ്യനാണെന്നൊക്കെ പറഞ്ഞൊരു കഥകളൊക്കെ ഒരുപാട് പ്രചരിച്ചിരുന്നു. പാർട്ടിക്കാർ തന്നെ പ്രചരിപ്പിച്ചു. അങ്ങനെ പാർട്ടിക്കാർ ഒരു വാർ മൂഡിൽ യുദ്ധകാലത്തിന് സമാനമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചൊരു സഖാവും കൂടിയാണ് എം ലോറൻസ്. അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ മാത്രമല്ല മുടിവെട്ടി ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം മുടിവെട്ടിക്കാനായിട്ട് കാറിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മർമറിങ് ക്യാമ്പയിൻസ് ഉണ്ടായി. അപ്പോൾ ഇതൊന്നും അന്ന് നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് പോലും അങ്ങനെയൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. ശരി, പിന്നീട് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കുകയും അന്വേഷിച്ച സമയത്താണ് മനസ്സിലായത് ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ടിയാണ്. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും വളരെ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, വളരെ എന്ന് പറഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അദ്ദേഹത്തിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നതായിട്ടുള്ള ആളുകൾക്ക് തന്നെ ശമ്പളമൊക്കെ കൊടുക്കുന്ന പാർട്ടിയാണ് കൊടുത്തിരുന്നത്. ഒന്നും വേറെ കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഈ പഴയ കാലം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും പാർട്ടിക്ക് നൽകിയതെന്ന് പരിശോധിച്ചാൽ അത് വളരെ ധീരമായ, അല്ലെങ്കിൽ മറ്റ് പല സഹാക്കൾക്കും സാധ്യമല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ച, മർദ്ദനമേറ്റ ഒരു സഹാവായിരുന്നു എം ലോറൻസ്. അത് പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ അച്ഛൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ ജയിൽ വെട്ടിപ്പൊളിച്ച് അച്ഛനെയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സഹാവാണ് വറുദൂട്ടി എന്ന് പറഞ്ഞ സഹ. ഇവർ രണ്ടുപേരെയും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ അവർ പോകുന്നത് ആരെങ്കിലും പ്രത്യേകിച്ച് നിർദ്ദേശിച്ചിട്ടല്ല, അങ്ങോട്ട് പോവുകയാണ്. അവർ തന്നെ തീരുമാനിച്ചു, അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി കമ്മിറ്റി എന്ന് പറയുന്ന അവരാണ്, അവർ തീരുമാനിക്കുന്നു, അവർ പോകുന്നു. നമ്മുടെ സഖാവ് ജയിലിലാണ്. അതെ, ജയിലിലാണെന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുക, അന്നത്തെ ജയിലിൽ കിടക്കൽ എന്ന് പറയുന്നത് പുറത്തു വരാൻ സാധ്യതയില്ലാത്ത ജയിലറവാസമാണല്ലോ. കാരണം ജയിലിൽ പോയാൽ തല്ലിക്കുന്നുകളെയും. അതെ അതെ. അപ്പോൾ ആ ഒരു ഭയത്തിൻ്റെ പുറത്ത് ജീവനുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക എന്ന് എഴുതിയിട്ട് അവരങ്ങ് തീരുമാനിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്ലാൻഡ് പ്രോസസ്സൊന്നും ആസൂത്രിതമല്ല. നേതാക്കളും അതിന് ആരും പുറത്തുനിന്നവർക്ക് നിർദ്ദേശം നൽകിയതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരങ്ങ് തീരുമാനിക്കുന്നു. കാരണം അവർ ഒരു രഹസ്യവും കൂടുകയാണ് ചെയ്യുന്നത്. അന്ന് ആൾ ഇന്ത്യ റെയിൽവേ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏറ്റെടുത്ത നേതാക്കളൊക്കെ കൂടി ഒരുമിച്ച് ഈ കാട്ടിക്കുന്നത്തെന്ന് പറയുന്ന ഒരു പറമ്പുണ്ട്. അത് ഇപ്പോൾ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലമാണ്. കാട്ടിക്കുന്നത്ത് അത് ഒരു വലിയ വിശാലമായിട്ടുള്ള പറമ്പാണ്, പഴയ പറമ്പ്. അപ്പോൾ ആ പറമ്പിലാണ് ഇവർ കൂടുന്നത്. അവിടെ നിന്ന് കുറച്ച് പത്തലൊക്കെ വെട്ടി, കുറച്ച് കരിമരുന്നൊക്കെ പൊതിഞ്ഞ് ബോംബ് പോലെ അതുമായിട്ടാണ് ഇവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോകുന്നത്. എന്തൊരു മണ്ടത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് ആലോചിക്കുന്ന സമയത്ത്. പക്ഷേ അത് അന്നത്തെ ഒരു വൈകാരിക തലത്തിൽ നിന്ന് അവരങ്ങനെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അവിടെ ഉണ്ടായിരുന്നിട്ട് 2 പോലീസുകാർ അടിയും ബഹളമൊക്കെ ഉണ്ടായി. 2 പോലീസുകാർ ചത്തുപോയി. ഇവർക്ക് പക്ഷേ ജയിൽ പൊട്ടിപ്പൊളിക്കാനോ അതേപോലെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതിൻ്റെ മുഴുവൻ ദുരന്തവും അകത്ത് കിടന്നവർ അനുഭവിക്കേണ്ടതാണ്. കാരണം 90 ദിവസം കുളിപ്പിക്കാതെയിട്ട് ഇടിക്കുകയാണ് ചെയ്തത് അച്ഛനെയൊക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ശരീരത്തിലിട്ടിരുന്ന ഈ ഷർട്ട് തൊലിയുമായിട്ട് ഒട്ടിച്ചേർന്നു എന്നാണ് പിന്നീട് അച്ഛൻ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത്. അത്ര ഭീകരമായ ഈ രണ്ട് പോലീസുകാർ മരിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഭേദ്യത്തിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രയായിരിക്കും? അല്ല, പോലീസുകാർ നമ്മൾ അന്നത്തെ പോലീസ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തത്തെ ഒത്തുതീർപ്പ് പോലീസൊന്നും അല്ല. പോലീസ് ഇടിക്കും, ഇവരും തിരിച്ചിടിക്കും. അങ്ങനെ കോംപ്രമൈസ് ഒന്നുമില്ല, കിട്ടുന്നവന് കിട്ടി. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിഭീകരമായിട്ടുള്ള മർദ്ദനം കഴിഞ്ഞു. പിന്നീട് പോലീസിൻ്റെ ജോലി എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ തപ്പി നടന്നവരെ പിടികൂടലായിരുന്നു. 2 പോലീസുകാരെ കൊന്നതിന് പകരം ചോദിച്ചേടങ്ങും. അതിന് 2 സഹാക്കളെ അവർ കൊന്നു. ഒന്ന് ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരാളും മറ്റൊന്ന് KU ദാസ് എന്ന് പറയുന്ന, അദ്ദേഹം ആക്ഷനിലുണ്ടായിരുന്നാണ് KU ദാസ്. കാരണം എന്ന് വെച്ചാൽ ഈ ആത്മഹത്യ സ്ക്വാഡിൽ ഒരാൾ KU ദാസ് ആയിരുന്നു. അദ്ദേഹം ഒരു പഴയ പട്ടാളക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പറവൂരുകാരനാണ്. ജോസഫ് എന്ന് പറയുന്നത് എറണാകുളത്ത് ഒരാളായിരുന്നു. പക്ഷേ അയാൾ സഖാവായിരുന്നില്ല എന്നാണ് ഞാൻ അന്വേഷണം നടത്തിയ സമയത്ത് മനസ്സിലാക്കുന്നത്. അയാൾ ഒരു KSPക്കാരനായിരുന്നു. അപ്പോൾ ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഉള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അയാളെ കൊണ്ട് ഇടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
അങ്ങനെ രണ്ടുപേര് ഇപ്പോൾ പോലീസിൻ്റെ കണക്കിൽ 2 പോലീസുകാരെ കൊന്നു, പകരം 2 സഹാക്കളും തട്ടി. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. പക്ഷേ പിന്നീട് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈ എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും ഇവർ കയറി നടന്ന് അക്രമം നടത്തി കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകളൊക്കെ തല്ലി ഒരു കമ്മ്യൂണിസ്റ്റുകാരാക്കി എന്നാണ് ഞാൻ അതിൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാർട്ടി വളർത്തി കൊടുക്കും. അപ്പോൾ പാർട്ടി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിൽ ശരിക്കും പാർട്ടി ഉണ്ടാവുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും. അപ്പോൾ ഈ ലോറൻസിനെ പിടിക്കുന്നത് നമ്മുടെ ഈ ബോസ്ബിക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിന് ഓർമ്മയുണ്ടാവും. ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ പഠിക്കുന്ന ബോസ്ബിക് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ഞാനപ്പോൾ ഇവിടെ എറണാകുളത്ത് എത്തിയിട്ട് അപ്പോൾ അവിടെ മഹാരാഷ്ട്രൻ്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ്. അവിടെ വെച്ചാണ് പിടികൂടുന്നത്. എന്താ ഹോട്ടലിൻ്റെ പേരുന്നത്? ബോസ്ബിക്. ഇപ്പോൾ അത് ബോസ്ബിക് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മഹാരാഷ്ട്രയിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് ഊണ് കഴിക്കാൻ വേണ്ടി അവിടെയൊക്കെ പോയിരുന്നു. അതിൻ്റെ ഒരു പഴയ സാധനമായിരുന്നു. അവിടെ വെച്ചാണ് പിടികൂടുന്നത്. പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പുള്ളിന് ഇടിക്കാൻ തുടങ്ങി. ഇടിച്ച് കൊണ്ടുപോയി നമ്മുടെ പഴയ ഷൺമുഖൻ ഉണ്ടായിരുന്നു സീലോഡിൻ്റെ മുമ്പിൽ. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയില്ല അങ്ങനത്തെ മേനക എന്ന് പറയണം. മേനക ഇപ്പോഴത്തെ മേനക. അതിൻ്റെ മുമ്പിൽ അന്നപ്പോൾ പടിഞ്ഞാറ് സൈഡിൽ വെറുതെ കായലായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാനായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സീലോഡിന്റെ മുന്നിൽ വരെ കായലായിരുന്നു. ഈ പ്രേം നസീറൊക്കെ വന്നാൽ താമസിക്കുന്നത് സീലോഡിലായിരുന്നു. ശരിയാണ്. അവിടെ സംഭവം. അവിടെ നിന്ന് ഇടിച്ച് അപ്പോൾ ആളുകളിങ്ങനെ വഴിയിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് വന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഇടിച്ച് വഴി കൂടെ ഇങ്ങനെ ഇടിച്ച് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോകണമായിരുന്നു. അത്ര ഭീകരമായി അത്ര ദൂരം ഇടിച്ചുകൊണ്ട്. പിന്നെ അതിനകത്ത് കയറിയുള്ള ഇടി നമുക്ക് മറ്റവരെ ഇടി അത്രയൊന്നും ചിലപ്പോൾ കിട്ടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിടികൂടുന്നത്. ഓരോരുത്തരെങ്കിലും എല്ലാവരും പിടിച്ചു അവർ അവസാനം. അതിലേത് ഒരു ആളെ മാത്രമാണ് പിടിക്കാൻ പറ്റാതെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പുസ്തകം എഴുതുന്ന സമയത്ത് പോലീസ് പ്രതിയാക്കിയതിൽ ഇല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. ഉള്ള 1-2 പേര് അതിനകത്ത് പ്രതിയാക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ ആക്ഷനിൽ പങ്കെടുത്തിരുന്ന ആളുകൾ. അപ്പോൾ അവരെല്ലാവരും അതിഭീകരമായിട്ട് മർദ്ദിച്ചു. ലോറൻസിന് എത്രയോ ദിവസമാണ് മർദ്ദനമായിട്ടുള്ളത്. അങ്ങനത്തെ സഹാക്കൾ വളരെ വളരെ അപൂർവമാണ് ശരിക്കും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളത്. പക്ഷേ ആ സഖാവിനെ ഇന്നത്തെ സഹാക്കൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. അതെ, അതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്യാഗോജ്വലമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നത്തെ സഹാക്കൾക്ക് അറിയില്ല. അതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയ ഒരു പൈതൃകം എന്ന് പറയുന്നത്. ആ പൈതൃകത്തെ ഇന്നത്തെ തലമുറ മാനിക്കുന്നില്ല, അറിയുന്നില്ല, മാനിക്കുന്നില്ല. പാർട്ടി മാറിപ്പോയി. വൈകാരികമായിട്ട് അത് ഉൾക്കൊള്ളാൻ ഇന്നത്തെ ആളുകൾ കഴിയില്ല. ഞാൻ ഈ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മെഡിക്കൽ ടെസ്റ്റിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവശരീരം മോർച്ചറിയിൽ കൊണ്ടുപോയി തിങ്കളാഴ്ച രാവിലെ അത് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെക്കുകയും വൈകുന്നേരം ആ സമയത്ത് 4 മണിക്കാണ് ശവസംസ്കാര ചടങ്ങ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ലോറൻസ് ഒരു വലിയ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോഴോ ആണ് LDFൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ MM ലോറൻസ് ആയിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ആയിട്ടുള്ള അടുപ്പമുള്ള കാലത്ത് ലോറൻസിൻ്റെ പേര് LDFൻ്റെ കൺവീനർ എന്ന നിലയിൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ പോലെ തന്നെ കരുത്തനായ ഒരു LDF കൺവീനർ. അതെ, ശരിയാണ് അല്ലേ? തീർച്ചയായും. CPMൻ്റെ സെക്രട്ടറി, LDF സെക്രട്ടറി. ഇപ്പോൾ മാറിയിട്ട് LDF സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വിലയൊന്നും ഇല്ലാത്തൊരു പോസ്റ്റായി മാറിയിരിക്കുന്നത്. അതൊരു പക്ഷേ ലോറൻസ് എന്നുള്ള ഈ സഖാവിൻ്റെ ഒരു കരുത്തല്ലേ അന്ന് LDF സെക്രട്ടറി സ്ഥാനം ഇത്രയും കൺവീനർ എന്ന് LDFൻ്റെ കൺവീനർ എന്ന് പറയുന്നത് ലോറൻസ് കൺവീനർ ആയിരിക്കുന്ന സമയത്ത് ആ കൺവീനർ സ്ഥാനത്തിന് വലിയ ഒരു പദവി ഉണ്ടായിരുന്നു. അത് ആ വ്യക്തിയുടെ ഒരു പദവി കൂടിയായിരുന്നു. കാരണം കേരളത്തിലെ ഒരു പ്രഗത്ഭരായിട്ടുള്ള മാർക്സിസ്റ്റ് തിയറിറ്റീഷ്യനായിരുന്നു ലോറൻസ്. പ്രത്യേകിച്ച് ഈ ക്ലാസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വർഗരാഷ്ട്രീയം, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെതുപോലെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് വളരെ അപൂർവ ആളുകൾക്ക് കഴിയുന്നുള്ളൂ എന്ന് ഞാൻ അടുത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ എത്ര ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുക. പഴയ കാലത്ത് ഒരുപാട് കാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഒരാൾ. അപ്പോൾ ജയിലിൽ കിടന്നിരുന്ന സമയത്തൊക്കെ തന്നെ മറ്റ് സഹാക്കൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ ഏറ്റവും മികച്ച ഒരാളായിട്ടായിരുന്നു ലോറൻസിനെ കണക്കാക്കിയിരുന്നതെന്നാണ് ഞാൻ ആ പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വളരെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയാം. എന്നുവെച്ചാൽ എന്താണ് ഈ മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു ലോറൻസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങൾക്കും വളരെ വ്യക്തത ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ലോജിക്കലായിട്ട്. ഇപ്പോൾ ലോജിക്ക് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്ന് പറഞ്ഞ് നമ്മൾ പരിശോധിച്ചാൽ കുറച്ച് നാളുകളായിട്ട് വരുന്ന ആളുകൾക്ക് അതിൻ്റെ യാതൊരു കപ്പാസിറ്റിയും ഇല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ തീരെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ കഴിയുമ്പോൾ തീരെ അറിയാൻ പാടുണ്ടാവില്ല. അവർക്ക് മാർക്സിസം അറിയാൻ പാടുണ്ടാവില്ല, അതിൻ്റെ ലോജിക്ക് അറിയാൻ പാടുണ്ടാവില്ല, ഒന്നും അറിയാൻ പാടുണ്ടാവില്ല. ഇവർ വർത്തമാനം പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് ഭ്രാന്ത് കയറും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലോറൻസിനെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനം CITU ഒക്കെ ആയിട്ടുള്ള
ഒരു ബന്ധം, അതിൻ്റെയൊക്കെ ഒരു സംഘാടകൻ എന്ന നിലയിൽ വളർന്നു വന്നത് ആണോ ഈ ലോറൻസിനെ ഒരു വേറിട്ട വ്യക്തിത്വമായി മാറ്റിയെടുത്തത്? ഒന്ന് അത് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് അവരെല്ലാം ഉയർത്തിയിരുന്നത്. മാത്രമല്ല അവരിപ്പോൾ ഈ തൊഴിലാളി യൂണിയനുകളില്ലാത്ത സമയത്ത്, ഈ ഞാനിപ്പോൾ ഈ എടപ്പള്ളി സംഭവം ഒക്കെ പഠിക്കുന്ന സമയത്ത് ആലുവയിൽ വീട് തെറുപ്പ് തൊഴിലാളികളുടെ അടുത്ത് വന്നിട്ട് അവരെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. സംഘടിതരല്ല അവർ, അസംഘടിതരാണെന്നതിനു വേണ്ടി അവർ പരിശ്രമിക്കാറ്. അവരെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളതാണ്. രാഘവൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഈ യൂണിയൻ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ വീട് തെറുക്കുന്നിടത്ത് പോയിരുന്നിട്ട് ഈ വീട് തെറുപ്പ് തൊഴിലാളികൾക്ക് പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെ പത്രം വായിച്ചു കൊടുക്കുന്നതിന് അത് തൊഴിലാളികളെ കൂടി ചേർന്ന് അയാൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കും, ഊണുമായിട്ടും. ഇങ്ങനെ നിരന്തരം കുറേ നാളുകൾ പ്രവർത്തിച്ച അവരുടെ ഇടയിൽ ഒരാളായി മാറിയിട്ടാണ് പിന്നീട് ഇവർ പൊളിറ്റിക്സ് അവരിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെ പതുക്കെ ട്രേഡ് യൂണിയൻ ബോധമുണ്ടാക്കി ഓരോരുത്തരും വീട്ടിൽ പോയി നിന്ന് കണ്ട് അവരെ സംഘടിക്കാനായിട്ട് പ്രേരിപ്പിച്ച് ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ കെട്ടിപ്പടുത്തിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, ഈ തൊഴിലാളി യൂണിയനുകളെ ഉയർത്തിക്കൊണ്ടുവന്ന്. അങ്ങനെ വന്ന ഒരു പശ്ചാത്തലം ലോറൻസിനുണ്ട്. മാത്രമല്ല നിരന്തരമായ പോരാട്ടമാണ് പോലീസുമായിട്ടും അതേപോലെ തന്നെ അന്നത്തെ ഭരണകൂടവുമായിട്ട് അതിശക്തമായിട്ട് പോരാട്ടം നടത്തി. ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഈ കോംപ്രമൈസ് ഇല്ലാതെ പോരാട്ടം നടത്തുമ്പോൾ അവരുടെ ഒരു കോസിന് വേണ്ടിയുള്ള യുദ്ധമാണ് ശരി. അതുകൊണ്ടാണ് അവരത്ര ശക്തരായിരുന്നു. ലോറൻസ് ഇപ്പോൾ ഇവിടെ വാങ്ങുമ്പോൾ നമ്മുടെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്ത് സംഭവിച്ച ഒരു അപജയമുണ്ട്. തൊഴിലാളി വർഗ അല്ലെങ്കിൽ തൊഴിലാളി ഐക്യം എന്നുള്ള മുദ്രാവാക്യം പോലും കേൾക്കാനില്ല. ട്രേഡ് യൂണിയനുകൾ വല്ലാതെ അപ്രസക്തമാവുന്നു, അല്ലെങ്കിൽ ഉള്ളത് തന്നെ ജനവിരുദ്ധമായ തരത്തിലേക്ക് മാറുന്നു. ഇങ്ങനൊരു മാറ്റം എങ്ങനെയാണ് വന്നത്? അല്ല, തൊഴിലാളി യൂണിയനുകളൊക്കെ കുറേ കഴിഞ്ഞ സമയത്തെ അതിനൊരു ഗുണ്ടാ സ്വഭാവം കൈവരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് അതൊരു പിടിച്ചുപറി സംഘം പോലെയൊക്കെ ആയിട്ട് മാറുക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കുറേ നാളുകളായിട്ട് അങ്ങനെ ഒക്കെ സംഭവിച്ചു പോയതിൻ്റെ ഒരു ദുരന്തം കൂടി അതിനകത്ത് ഉണ്ടെന്ന്. രണ്ട്, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് തൊഴിലാളി വർഗമായിരുന്നു. ആ തൊഴിലാളി വർഗം മുഴുവനും തൊഴിലാളി വർഗം അല്ലാതായി മാറുന്നുണ്ട്. ശരിക്കും എന്ന് വെച്ചാൽ വർഗപരമായിട്ട് വന്ന മാറ്റമുണ്ട് സൊസൈറ്റിയിൽ. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ തൊഴിലാളി വർഗ സംഘടനകളെ തന്നെ കാണാനില്ല. ട്രേഡ് യൂണിയൻസ് ഇല്ല ഇപ്പോൾ കേരളത്തിൽ. അതെ ഇല്ലേ, അത് പൂർണ്ണമായിട്ട് പോയി. എൻ്റെ ഇടയ്ക്ക് ഒരു വന്ന മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു തരം കങ്കാണിപ്പണി പോലെ മാറുകയും പല ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാശ് വാങ്ങിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് അവർ അല്ല അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിനോട്. അത് വലിയ ദുരന്തമാണ് ശരിക്കും പറഞ്ഞാൽ. ലോറൻസ് സാഹിബിനെ പോലെയുള്ള ആളുകളുടെ ഒരു നേതൃത്വനിര അങ്ങനെയല്ല തൊഴിലാളികളെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേറെ സംശയം, വ്യത്യാസമല്ല. ലോറൻസിനെ ഓർക്കുമ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നാനുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ പറയുന്നൊരു വർഗ്ഗബോധത്തിൻ്റെ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ഒരു വലിയ രക്തബന്ധത്തെക്കാളും വലിയ ഒരു വർഗ്ഗബന്ധം അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളാണ്. എറണാകുളത്ത് 50ഓളം ബസ്സുകളുള്ള ആളാണ് എം ലോറൻസ് എന്ന് പാർട്ടി സഖാക്കൾ പ്രചരിപ്പിച്ച് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെയും പരാജയപ്പെടുത്തി പാർട്ടിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതെന്ത് ജാതി കമ്മ്യൂണിസമാണ്? അല്ല, അത് നമ്മൾ ഈ വിഭാഗീയ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു ഗൂഢാലോചനയിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ ശരിക്കും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതായത് പാർട്ടിയിൽ നിന്നൊരാൾ പർജിങ് എന്ന് പറയുന്ന വാക്ക് അത് കമ്മ്യൂണിസ്റ്റ് പദാവലിയിൽപ്പെട്ടൊരു സാധനമാണ്. പറിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറിച്ചു കളയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്ത് ആരോപണവും ഉന്നയിക്കും. അയാളെ ചിലപ്പോൾ പെണ്ണുപിടിയനാണെന്ന് പറയും, കൊള്ളക്കാരനാണെന്ന് പറയും, അഴിമതിക്കാരനാണെന്ന് പറയും. ഇതൊക്കെ മർമറിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പ്രചരണ രീതിയിലൂടെ പറഞ്ഞു വിട്ടിട്ടാണ് സാധാരണ ഇതൊക്കെ ചെയ്യുന്ന വർഗ്ഗവഞ്ചകരോടാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്തു. അങ്ങനെയാണല്ലോ ഇത് തകരുന്നത്. ഇപ്പം നമ്മൾ രണ്ടുപേരൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തന്നെ എന്ത് ആത്മബന്ധമാണുള്ളത്. സാധനം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ശക്തിയായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്തിയത് ഇങ്ങനെയുള്ള നമ്മൾ എറണാകുളത്ത് തന്നെ എന്തെല്ലാം കണ്ടു. നമ്മുടെ ഇപ്പോൾ ജില്ലയിലെ സമുന്നതനായ നേതാവ് ഗോപി കോട്ടമുറിക്കലിനെതിരെ വന്നത് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു. എല്ലാ കാര്യങ്ങളും ഒരു സഖാവിനെ പരാജയപ്പെടുത്താൻ മറ്റ് സഖാക്കൾ അപവാദ പ്രചരണം, ഒളിക്യാമറ വെക്കുന്നു, ഓടുന്ന കാറിൻ്റെ നട്ടൂരി വെക്കുന്നതായിട്ട് കേൾക്കുന്നു. ശരിയാണ്. അതൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ അത് മാറിപ്പോയതോടെയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ ജീർണിച്ച് തകർന്ന് തരിപ്പണമാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് ത്രിപുരയിൽ ഇല്ലാതായത്, ബംഗാളിൽ ഇല്ലാതായെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ മാറ്റം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റമാണ്, ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇതിനെ തകർത്ത് തരിപ്പണം. ശരിയായ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്ര ദാർഢ്യവും മുറുകെ പിടിച്ചൊരു നേതാവായിരുന്നു ലോറൻസ്. സഖാവിൻ്റെ വേർപാട് ഏതായാലും സംശുദ്ധ രാഷ്ട്രീയത്തിന് ഒരു വലിയ തീരാനഷ്ടമാണ്. ഒരു തലമുറ
ഒരു തലമുറ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു VS മാത്രം ബാക്കി. അതിന് BS മാത്രമേ ഉള്ളെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ ഈ പ്രമുഖനായ തലമുതിർന്ന നേതാവിന് നമുക്ക് ABC മലയാളത്തിൻ്റെ പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.